ദില്ലിയിൽ കനത്ത മഴ, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 105 വിമാനങ്ങൾ വൈകുന്നു. റോഡുകളിൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും. CBC ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ദില്ലിയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശക്തമായി തിമിർക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയ്ക്ക് ശേഷം ഇന്നിപ്പോൾ രാവിലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദില്ലിയിലെ നഗരഭാഗങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിൽ മുങ്ങിയ ഒരു സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാരത് മണ്ഡപത്തിന് സമീപം, സുപ്രീം കോടതിക്കും ഭാരത് മണ്ഡപത്തിന് സമീപമാണ്. നമുക്ക് ദൃശ്യത്തിൽ കാണാം, വലിയ വെള്ളക്കെട്ട് റോഡുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളക്കെട്ടിൽ വാഹനങ്ങളെല്ലാം തന്നെയും സാവധാനം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ദില്ലിയിലെ പല നഗരങ്ങളിലും സമാനമായ സാഹചര്യമാണുള്ളത്. ഒറ്റ മഴയിൽ തന്നെ ദില്ലി നഗരം മുങ്ങി എന്ന് പറയേണ്ടി വരും. പ്രധാനപ്പെട്ട എല്ലാ നഗരഭാഗങ്ങളിലെല്ലാം തന്നെയും വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യമാണുള്ളത്. വിമാന സർവീസുകൾ, 100-ലധികം വിമാന സർവീസുകൾ വൈകി ഓടുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ട്രെയിൻ ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗതാഗത കുരുക്ക് വളരെ വലിയ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ഈ കനത്ത മഴ തിമിർത്ത് പെയ്യുന്നതോടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. 5 ദിവസം മുമ്പാണ് ഉത്തരകാശിയിലെ ധരാലി ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ ആ ദുരന്തത്തിൽ ഇപ്പോഴും മരണസംഖ്യ എത്രയാണെന്നോ എത്ര പേർ മണ്ണിടിയിലുണ്ട് എന്ന കാര്യത്തിലോ കൃത്യമായൊരു കണക്ക് വിവരങ്ങൾ BJP സർക്കാരിന് വ്യക്തമായിട്ടില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി നിൽക്കുന്നു. ഒന്ന് പ്രതികൂലമായ കാലാവസ്ഥ, മറ്റൊന്ന് ഈ അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള സജ്ജീകരണങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമകരമായ ദൗത്യമടക്കമെല്ലാം നിലയും ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ റോഡുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. താൽക്കാലികമായ റോഡുകൾ ഉൾപ്പെടെയെല്ലാം നിലയും അവിടെ സജ്ജീകരിച്ച് വരികയാണ്. മാത്രമല്ല, അവിടെ സൈന്യം, കരസേനയും നാവികസേനയും അതോടൊപ്പം തന്നെ കരസേനയും വ്യോമസേനയും അതോടൊപ്പം തന്നെ NDRFൻ്റെ സംസ്ഥാന ദുരന്ത നിവാരണ സംഘം എല്ലാം നിലയും അവിടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും രക്ഷാ ദൗത്യം വളരെ ദുഷ്കരമാണ്. അവിടെ 11 സൈനികരടക്കം അവിടെ കാണാതായ സാഹചര്യമുണ്ട്. 200-ലധികം ആളുകൾ ഈ ഒരു ഗ്രാമത്തിൽ ഒലിച്ചുപോയി എന്നുള്ള വിവരമാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും BJP സർക്കാർ പറയുന്നത് 50-ലധികം പേർ മാത്രമേ അവിടെ കാണാതായിട്ടുള്ളൂ. എന്തായാലും ഈ കണക്ക് സംബന്ധിച്ചും അവ്യക്തത തുടരുകയാണ്. എന്തായാലും 5 ദിവസമായിട്ടും ഇതുവരെയും എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്ന കാര്യത്തിലും കൃത്യമായ വിവരം BJP സർക്കാർ നൽകുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും വളരെ വലിയൊരു ദാരുണമായ ദുരന്തമായിരുന്നു ഉത്തരാഖണ്ഡിൽ നടന്നത്. ഇന്നലെ ഹിമാചൽ പ്രദേശിലും ഒരു മേഘവിസ്ഫോടനം ഉണ്ടായി, എങ്കിലും അവിടെ ആൾനാശം ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ദില്ലിയിലും UP-യിലും ഹരിയാനയിലെല്ലാം തന്നെയും ശക്തമായ മഴ കഴിഞ്ഞ 12 മണിക്കൂറായി തുടരുകയാണ്. ഇന്നിപ്പോൾ ദില്ലിയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.